അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിനാണ് മദീനയിലെ ഈ ഖന്തക്കിൽ നിന്ന് വിപ്ലവങ്ങൾ നടന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പോരാട്ടം നടത്തി അവസാനം വിജയം വരിച്ച ഖന്തക്കിന്റെ മണ്ണിൽ നിന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച ദിവസം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും വോട്ട് ചെയ്യണം. വർഗീയ പിന്തിരിപ്പൻ, പ്രതിലോമൻ, നാസിസ്റ്റ്, ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തണം. അതനിവാര്യമാണ്. അതിനെന്താണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നാം ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല. ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥനകളെ കൊണ്ട് നിബിഡമായിരിക്കണം ആ ദിനരാത്രങ്ങൾ. എന്തുകൊണ്ട്? ഇവിടെ ഖന്തക്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങുകീറി അതിസാഹസികമായ യുദ്ധങ്ങൾ ധീരരായ സ്വഹാബികൾ നയിച്ചപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. ഈ പള്ളിയിൽ, ഈ മസ്ജിദുൽ അഹ്സാബ് എന്ന് പറയുന്ന ഈ പള്ളിയിൽ ഹബീബായ നബി തങ്ങൾ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ബദറിൽ നമ്മൾ പോയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ബദറിലെ പ്രശസ്തമായ പള്ളി നിങ്ങൾക്കറിയാം, മസ്ജിദുൽ അരീഷ്. എന്തായിരുന്നു? മലക്കുകൾ ഇറങ്ങി വരെ യുദ്ധം ചെയ്ത ആ സന്ദർഭങ്ങളിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അരീഷിൽ ദുആയായിരുന്നു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇന്നി മസ്സനിയദ്ദുറു വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീയാണ് റഹ്മാനും റഹീമും, നീയാണ് എനിക്ക് പരിഹാരം നൽകേണ്ടവനെന്ന്. ചരിത്രത്തിലുടനീളം യുദ്ധങ്ങളും ഇലക്ഷനുകളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നടന്നാലും ആരുടെ അഭിപ്രായത്തെയാണ് നാം മാനിക്കേണ്ടത്? ആരുടെ ഗ്യാരണ്ടിക്കാണ് വില കൊടുക്കേണ്ടത്? മോഡിയുടെ ഗ്യാരണ്ടിക്കാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരുകളുടെ അഭിപ്രായങ്ങൾക്കാണോ നമ്മൾ വില നൽകേണ്ടത്? ഒരിക്കലുമല്ല. അള്ളാഹുവാണ് പറഞ്ഞത്, വിജയിപ്പിക്കും ഞാൻ. നിങ്ങൾ വിശ്വാസികളാണോ? വിജയിപ്പിക്കും. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമ്പോ ഏതോ മുസ്താദ്മാരൊക്കെ പറഞ്ഞു, ഉംറക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യലാണ് എന്ന്. ചിലർ പറഞ്ഞു വെച്ചു, നിസ്കാരത്തെക്കാൾ ഗൗരവമായി കാണേണ്ടത് അന്നത്തെ വോട്ടാണെന്ന്. തെറ്റിപ്പോയി. ഈമാൻ ദൗർബല്യമുള്ള ആളുകൾക്ക് അത് പറയാൻ കഴിയൂ. ഇലക്ഷൻ വേണം, വോട്ട് വേണം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ജഗൽ നിയന്താവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അവനോടുള്ള പ്രാർത്ഥനയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ സ്ഥലങ്ങളിലെല്ലാം നിർവഹിച്ചതെന്ന ബോധ്യത്തോടുകൂടെ ഈ വരുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരരുത്, ഈമാനിന് തകർച്ച വരരുത്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവർ ഭയപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. അതുകൊണ്ടാണല്ലോ ഫലസ്തീനിൽ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായപ്പോ ഡൽഹിയിൽ നിന്ന് കോടതി പറഞ്ഞു, ഡൽഹിയിലെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ആ പ്രാർത്ഥനകളെ അവർ ഭയപ്പെടുന്നു. പ്രാർത്ഥനയാണ് നമുക്ക് വലുത്. ആയുധങ്ങളെക്കാൾ വലുത് അദ്കാറുകളാണെന്ന ബോധ്യം നമുക്കൊക്കെ ഉണ്ടാവണം. കാരുണ്യവാനായ അള്ളാഹു മുസ്ലിം സമൂഹത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. എല്ലാ ഭീകരതകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മുസ്ലിങ്ങൾക്കും അതോപോലെ ജീവിക്കുന്ന സാധാരണ ഇന്ത്യൻ ജനതയുടെ അവകാശാധികാരങ്ങളെല്ലാം നിലനിർത്തി സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടത്തിന് അള്ളാഹു വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. മദീനയിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.